ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഒരുപാട് വീട്ടിലില്ലേ. നല്ല മോനല്ലേ? എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. എന്താ എന്താ പ്രശ്നം? ഇവൻ ഈ കാറ് വേണമെന്ന് പറഞ്ഞ് വെറുതെ വാശി പിടിക്കുക. ആ വാങ്ങിച്ചു കൊടുത്തേക്ക്. ആൾക്കാരെ നോക്കുന്നു. അവന്റെ കരച്ചിൽ നിർത്താൻ നോക്ക്. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ വാശി പിടിക്കുമ്പോഴേക്ക് എല്ലാം വാങ്ങിക്കൊടുത്ത് വഷളാക്കുന്നത്. എന്നാൽ വാങ്ങിച്ചു കൊടുക്കാതെ അവന്റെ കരച്ചിൽ മാറ്റാൻ നോക്ക്. ഞാൻ കാറിൽ ഉണ്ടാവും. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. ഞാൻ പോകുന്നു. നോക്കൂ ടോമി, നിനക്ക് എത്രമാത്രം കളിപ്പാട്ടമാണ് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ളത്. അതും ആവശ്യത്തിലധികം. എന്തെല്ലാം തരത്തിൽ, എന്തെല്ലാം നിറത്തിൽ. ഈ ഫ്രൂട്ടോപ്പിയിലെ ഒരു കുട്ടികളുടെയും വീട്ടിലുണ്ടാവില്ല ഇത്രയധികം കളിപ്പാട്ടങ്ങൾ. ഇതെല്ലാം വെച്ച് കളിച്ചാ പോരെ നിനക്ക്? എന്തിനാ വെറുതെ ഡാഡിയെ കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് വാങ്ങിപ്പിക്കുന്നത്? അതത്ര നല്ല കാര്യമല്ല. വാ, മമ്മി ഒരു കാര്യം കാണിച്ചു തരാം. ടോമി, അത് കണ്ടോ? അവർ ഒരുപാട് ടോയ് വെച്ചല്ല കളിക്കുന്നത്. ഒരു പന്ത് വെച്ച് എല്ലാവരും കൂടിയാണ് കളിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ട് അവരോടൊപ്പം കളിച്ചുകൂടാ? അല്ലെങ്കിൽ അവരെ വീട്ടിൽ വിളിച്ചുകൂടാ? അതും അല്ലെങ്കിൽ നിന്റെ കളിപ്പാട്ടങ്ങളിൽ നിന്നും കുറച്ച് കളിപ്പാട്ടങ്ങൾ അവർക്ക് കൂടി കൊടുത്തുകൂടാ? അത് നല്ലൊരു ഐഡിയ ആണ് മമ്മി. ഞാൻ ഇന്ന് തന്നെ അവരോടൊപ്പം ഒരുമിച്ച് കളിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിലേക്ക് വാ. എന്റെ വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്. മടിക്കണ്ട, എടുത്തോളൂ. ഞാൻ ഇതുവരെ ഇത്രയും ടോയ്സ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക് ഇതൊക്കെ? പല ലോട്ടറിയും അടിച്ചോ? എല്ലാം എനിക്ക് ഡാഡിയും മമ്മിയും വാങ്ങിച്ചു തന്നതാണ്. ഇനി മുതൽ എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കും ഉള്ളതാണ്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. താങ്ക് യു മമ്മി. ജോമി, പോയി കൈ രണ്ടും സോപ്പിട്ട് കഴുകി വാ. എന്നിട്ട് അത് എടുത്ത് കഴിച്ചാൽ മതി. ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലേ കൈകൾ രണ്ടും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാനെന്ന്? ഓക്കേ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയതായി പറയാം. ഇത്ര പെട്ടെന്ന് കൈ കഴുകി കഴിഞ്ഞോ? നോക്കട്ടെ, കൈ കാണിക്ക്. ഇങ്ങനെയാണോ കൈ കഴുകുക? വാ, അമ്മ കാണിച്ചു തരാം. നോക്കൂ, ആദ്യം നമ്മൾ കൈകൾ രണ്ടും നന്നായി നനയ്ക്കുക. എന്നിട്ട് സോപ്പ് ഉപയോഗിച്ച് ഉള്ളം കൈകൾ രണ്ടും നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ കൈകളുടെ പിൻഭാഗം നന്നായി കഴുകുക. ആദ്യം വലത് കൈ, പിന്നെ ഇടത് കൈ. എന്നിട്ട് നിങ്ങളുടെ വിരലുകൾ ഇന്റർലോക്ക് ചെയ്ത് കൈകൾ നന്നായി കഴുകുക. അതിനുശേഷം നിങ്ങളുടെ 2 തള്ളവിരലുകളും നന്നായി കഴുകുക. പിന്നെ നിങ്ങളുടെ 2 വിരലുകളുടെയും അഗ്രം കഴുകുക. ഇതുവഴി നമ്മുടെ വിരലിലെ അഴുക്ക് പൂർണ്ണമായും വൃത്തിയാക്കാൻ കഴിയും. ഇനി ചെയ്യേണ്ടത് ഇടത് കൈകൊണ്ട് വലത് കൈത്തണ്ട കഴുകുക. അതിനുശേഷം വലത് കൈകൊണ്ട് ഇടത് കൈത്തണ്ടയും കഴുകുക. ഇനി നിങ്ങളുടെ കൈകളിലുള്ള സോപ്പ് വെള്ളം കൊണ്ട് പൂർണ്ണമായും കഴുകി കളയുക. അതിനുശേഷം വൃത്തിയുള്ള തൂവാല കൊണ്ട് കൈകൾ തുടയ്ക്കുക. ഇനി കൈകൾ കഴുകുമ്പോൾ ഇതുപോലെ 20 സെക്കൻഡ് കഴുകിയാലേ കൈകളിലെ അണുക്കൾ പൂർണ്ണമായും നശിക്കുകയുള്ളൂ. ഇനി മുതൽ ഇങ്ങനെ വേണം കൈ കഴുകാൻ. മനസ്സിലായോ? കൈ കഴുകാതെ ഭക്ഷണം തൊടരുത്, കഴിക്കരുത്. ശരി അമ്മേ. വിശക്കുന്നു. പോയി കൈ കഴുകുക. നല്ലോണം സോപ്പിട്ട് കഴുകണം. ഇന്നലെ അമ്മ കാണിച്ചു തന്നില്ലേ, അതുപോലെ. അപ്പോഴേക്കും അമ്മ ഭക്ഷണം എടുത്തു വെക്കാം. ആ, അമ്മ അറിയാനൊന്നും പോകുന്നില്ല.
മതി കൈ കഴുകിയത്. അമ്മ ചോദിച്ചാൽ കൈ കഴുകിയെന്ന് പറയാം. അമ്മേ, ഗുഡ് നൈറ്റ്. അയ്യോ, എനിക്ക് വയറ് വേദനിക്കുന്നു അമ്മേ, ഓടി വായോ. എന്തു പറ്റി ജോമി? എന്തിനാ കരയുന്നത്? എനിക്ക് വയറുവേദന എടുക്കുന്നു മമ്മി. സാരമില്ല, നമുക്ക് ഡോക്ടറെ കാണിക്കാം. കരയണ്ട കേട്ടോ. ജോമി, നീ ഭക്ഷണം കഴിക്കുന്നതിനു മുന്നേ കൈ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാറില്ലേ? അത് പിന്നെ കൈ കഴുകിയില്ലെങ്കിൽ ഇതുപോലെ വയറുവേദന വരും, പിന്നെ സൂചി വെക്കും, ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. വേണോ? അയ്യോ വേണ്ട ഡോക്ടർ, ഞാൻ ഇനി മുതൽ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കില്ല. ഗുഡ് ഗേൾ, ഞാൻ കുറച്ച് മരുന്ന് തരാം, അത് സമയത്തിന് കഴിക്കണം. എല്ലാം ശരിയാവും. നാളെ മുതൽ സ്കൂളിൽ പോകാം. പക്ഷെ ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കണം, കൈകൾ എപ്പോഴും സോപ്പിട്ട് വൃത്തിയായി സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിനു മുന്നേ. എന്നാലേ അസുഖം വരാതെ നോക്കാൻ പറ്റൂ. തീർച്ചയായും ഡോക്ടർ.